ഹലോ ഫ്രണ്ട്സ്, MRPV ഡിസൈനിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പോസ്റ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വളരെ ഏറെ ഉപകാരപ്പെടുന്ന ഒന്നാണ് പോസ്റ്ററുകൾ എന്നുള്ളത്. നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടും നമ്മുടെ ജോലി സംബന്ധമായിട്ടൊക്കെ നമുക്ക് പോസ്റ്ററുകൾ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അത് നമുക്ക് തന്നെ നല്ല രീതിയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് ആപ്ലിക്കേഷനുകൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായ 3 ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടു നോക്കാം. ആദ്യമായി നാം നോക്കുന്നത് മലയാളം ഇമേജ് എഡിറ്റർ എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇവിടെ പ്ലേ സ്റ്റോറിൽ ചെന്ന് മലയാളം ഇമേജ് എഡിറ്റർ എന്നടിച്ചു കൊടുത്താൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും മലയാളം ടെക്സ്റ്റ് ആൻഡ് ഇമേജ് എഡിറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ ഒരുപാട് ട്രോള് പോസ്റ്ററുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട പോസ്റ്റർ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെ ഭാഗത്ത് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് ഇമേജ് കൊണ്ടുവരാൻ സാധിക്കും. അതുപോലെ താഴെ ഭാഗത്ത് ന്യൂ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. നമുക്ക് ഇവിടെ കാണുന്ന ബാക്ക്ഗ്രൗണ്ട്സ്, വാട്ടർമാർക്ക്, ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്ത് നമുക്ക് ഈ പോസ്റ്റർ നമ്മുടെ രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും. അതുപോലെ ഇനി ഇതല്ല, നമുക്ക് സ്വന്തമായിട്ട് പുതിയൊരു പേജ്, ബ്ലാങ്ക് പേജിലാണ് തുടങ്ങേണ്ടതെങ്കിൽ ഇവിടെ നമ്മൾ കണ്ടു, ഇവിടെ താഴെ ഭാഗത്തൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെയും ഒരുപാട് പോസ്റ്ററുകൾ കാണുന്നുണ്ട്. വിഷു, പിന്നെ ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പോസ്റ്ററുകൾ ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇവിടെ മുകളിൽ ബ്ലാങ്ക് പേജ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ബ്ലാങ്ക് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒഴിഞ്ഞ ബ്ലാങ്ക് ആയിട്ടുള്ള പേജ് നമുക്ക് ലഭിക്കും. ഇവിടെ നമുക്ക് വേണ്ട ടെക്സ്റ്റ് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇപ്പോൾ ടെക്സ്റ്റുകൾ ആഡ് ചെയ്യുക. ടെക്സ്റ്റ് കൃത്യമായിട്ട് വെച്ച് നമുക്കിതിനെ ഫോണ്ട് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഡൗൺലോഡ് ഫോണ്ട് എന്ന് കൊടുത്താൽ നമുക്ക് വേണ്ട ഫോണ്ടുകൾ, മലയാളം ഫോണ്ട് ഒക്കെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഡൗൺലോഡ് ചെയ്ത് അത് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് വേണ്ട ഇവിടെ ന്യൂ ലെയർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഇമേജ് കൊണ്ടുവരാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇമേജുകൾ സെലക്ട് ചെയ്യുക, ഇമേജ് കൊണ്ടുവരിക. അങ്ങനെ എല്ലാത്തിനുള്ള നമ്മുടെ പോസ്റ്റർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള എല്ലാ ടൂളുകളും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന വളരെ ഉപകാരപ്രദമായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായ ആപ്ലിക്കേഷനാണ് ഈ മലയാളം ഇമേജ് എഡിറ്റർ എന്നുള്ള ആപ്ലിക്കേഷൻ. അടുത്തതായി നാം നോക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ പിക്സൽ ലാബ് എന്നുള്ള ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ഇമേജ് എഡിറ്ററിനെ സംബന്ധിച്ചിടത്തോളം രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ പിക്സൽ ലാബ് നമുക്ക് ഔട്ട്പുട്ട് തരിക നല്ല ക്ലിയറുള്ള പോസ്റ്ററുകളായിരിക്കും. എന്നാൽ ഇമേജ് എഡിറ്ററിൽ ചെയ്യുന്ന അത്ര സിമ്പിളായിട്ട് പോസ്റ്ററുകൾ ചെയ്യാൻ സാധിക്കില്ല. കുറച്ച് ചെറിയ റിസ്ക് പിക്സൽ ലാബിൽ, ഇമേജ് എഡിറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു റിസ്ക് പിക്സൽ ലാബിലുണ്ട്. എന്നാൽ ശരിക്കും ഒന്ന് ഇരുന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ടൂളുകളാണ് പിക്സൽ ലാബിലുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ക്ലിയറുള്ള ഈ പോസ്റ്ററുകൾ നമുക്ക് ഇതിൽ നിന്നും എടുക്കാൻ സാധിക്കും. പിക്സൽ ലാബ് വളരെ ക്ലിയറുള്ള പോസ്റ്ററുകളായിരിക്കും നമുക്ക് നൽകുക. അപ്പോൾ ഇവിടെ താഴത്ത് ഒരുപാട് പേജുകൾ കാണാൻ സാധിക്കും. ചെയ്തു വെച്ച പോസ്റ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ മുമ്പ് ചെയ്തു വെച്ച മൈ പ്രൊജക്ട്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മൾ മുമ്പ് ചെയ്തു വെച്ച പോസ്റ്ററുകൾ നോക്കുക.
അപ്പോൾ ഇങ്ങനെയുള്ള പോസ്റ്ററൊക്കെ ഇതിൽ ചെയ്യുന്നതാണ്. ഇവിടെ മുകളിൽ ഇതിൻ്റെ ലെയർ വരുന്നുണ്ട്. അപ്പോൾ ഈ ലെയർ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ചെയ്ത ലെയറുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നല്ല രീതിയിൽ നോക്കിയാൽ നല്ല പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ ഈ പിക്സൽ ലാബ് വെച്ചിട്ട് നമുക്ക് സാധിക്കും. ഇവിടെ നമ്മൾ ചെയ്ത പോസ്റ്ററുകളൊക്കെ നമുക്ക് പ്രൊജക്റ്റായിട്ട് സൂക്ഷിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് പിന്നീട് എഡിറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അതുപോലെ നല്ല രീതിയിൽ ഇനി ബ്ലാങ്ക് പേജ് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്കിവിടെ ചെന്നിട്ട് നല്ല ബ്ലാങ്ക് പേജ് എടുക്കാം. ബ്ലാങ്ക് പേജ് സെലക്ട് ചെയ്ത് നമുക്ക് വേണ്ട ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാം. ടെക്സ്റ്റിന് കളർ കൊടുക്കുക. ഇങ്ങനെ നമുക്ക് വേണ്ട രീതിയിൽ കുറച്ചിരുന്നാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് പിക്സൽ ലാബ് എന്നുള്ളത്. അടുത്തതായി നാം പരിചയപ്പെടുത്താൻ പോകുന്ന ആപ്ലിക്കേഷൻ ക്യാൻവ എന്നുള്ള ആപ്ലിക്കേഷനാണ്. ക്യാൻവ നമ്മുടെ ആദ്യം കാണിച്ച 2 ആപ്ലിക്കേഷനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മുടെ ഇമേജ് എഡിറ്റർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇമേജ് എഡിറ്ററിൽ പുറത്തേക്ക് വരുന്ന പോസ്റ്ററുകൾ ചെറിയൊരു ക്ലാരിറ്റി കമ്മി ഉണ്ടാവും. അപ്പോൾ ക്യാൻവയിൽ ചെയ്യുന്നത് വളരെ ക്ലാരിറ്റിയോടുകൂടെ നമുക്ക് പോസ്റ്ററുകൾ ലഭിക്കും. മാത്രമല്ല പിക്സൽ ലാബിലുള്ള റിസ്ക് അല്ലെങ്കിൽ നമ്മുടെ ഇമേജ് എഡിറ്ററിലുള്ള ചെറിയ റിസ്ക് അത് ക്യാൻവയിലില്ല. കാരണം ഒരുപാട് ടെംപ്ലേറ്റുകൾ, നമ്മുടെ പോസ്റ്ററിന് പറ്റിയ ടെംപ്ലേറ്റുകൾ ഇതിലുണ്ട്. നമുക്ക് വേണ്ടത് ഇപ്പോൾ യൂട്യൂബ് തമ്പനെയിലൊക്കെ ആണെങ്കിൽ ഇവിടെ സോഷ്യൽ മീഡിയ എന്നുള്ളിടത്ത് പോയാൽ ഇവിടെ മുകൾ ഭാഗത്ത് യൂട്യൂബ് തമ്പനെയിൽ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ കാണുന്ന ഈ തമ്പനെയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ എജു എന്ന് കാണാൻ സാധിക്കും. അവിടെയൊക്കെ പ്രോ വേർഷനാണ് ഇത് ഉണ്ടാവുക. അപ്പോൾ പ്രോ വേർഷൻ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ അൺലോക്കായി നമുക്ക് ലഭിക്കുകയുള്ളൂ. അത് 4000 രൂപയാണ് പ്രോ വേർഷൻ അൺലോക്ക് ചെയ്യാനുള്ള തുക വരുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പരസ്യം കാണും 200 രൂപക്ക് അല്ലെങ്കിൽ 99 രൂപക്ക് പ്രോ വേർഷൻ നൽകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അങ്ങനെ പർച്ചേസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ എല്ലാ ടെംപ്ലേറ്റുകളും ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് മുഴുവൻ അൺലോക്ക് ചെയ്തിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട ടെംപ്ലേറ്റ് ഉപയോഗിക്കാം. ഉണ്ടല്ലോ ഇവിടെ കാണുന്ന എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യാം. നമ്മുടെ രീതിയിലേക്ക് ഈ പോസ്റ്ററിനെ മലയാളം ഫോണ്ടോ വ്യത്യസ്തമായ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പോൾ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ക്യാൻവ എന്ന് പറയുന്നത്. ഒരു റിസ്ക്കും നമുക്കില്ല. മാത്രമല്ല നമ്മൾ എടുക്കുന്ന പോസ്റ്ററുകൾ വളരെ ക്ലാരിറ്റിയുള്ള പോസ്റ്ററുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഓരോ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് നൽകുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.